ഹലോ എവ്രിവൺ, ഇന്ന് കുറച്ച് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ടിപ്സ് ആയാലോ? അതും 5 20 ടിപ്സാണ് പറയാൻ പോകുന്നത്. അധികം സംസാരിച്ച് നിൽക്കാൻ സമയമല്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. നമ്പർ 1, മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരെ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ സ്വയം വിശ്വസിക്കണം നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഫെയിലായി പോകും. സോ നിങ്ങളോട് സ്വയം സംസാരിക്കുമ്പോൾ, സെൽഫ് ടോക്ക് ചെയ്യുമ്പോൾ മാക്സിമം പോസിറ്റീവായിട്ട് തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക. നമ്പർ 2, ബി കൈൻഡ് ടു യുവർ സെൽഫ്. നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളോട് വളരെ റൂഡായിട്ട് അല്ലെങ്കിൽ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾ ഫ്രണ്ടാക്കി വയ്ക്കുമോ? ഇല്ല. അപ്പോൾ അതേപോലെ ട്രീറ്റ് യുവർ സെൽഫ് ഇൻ എ കൈൻഡ് വേ. ആദ്യം നിങ്ങളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പഠിക്കാം. നമ്പർ 3, എംബ്രേസ് പ്രോബ്ലംസ് ആസ് എ നാച്ചുറൽ പാർട്ട് ഓഫ് ഗ്രോയിങ്. നമ്മൾ ലൈഫിൽ ഗ്രോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പ്രോബ്ലംസ് വന്നുകൊണ്ടേയിരിക്കും. അതിനെ ഓവർകം ചെയ്താണ് നമ്മൾ വളരുക. ചിലപ്പോൾ ജോലി നഷ്ടപ്പെടാം, എക്സാമിൽ ഫെയിൽ ആവാം, എന്തെങ്കിലും അസുഖം വരാം. അപ്പോൾ അങ്ങനെ പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ എംബ്രേസ് ചെയ്യാൻ പഠിക്കാം. നമ്പർ 4, ക്രിയേറ്റ് എ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങളുടെ ലൈഫിൻ്റെ മിഷൻ എന്താണ്? എങ്ങനെയുള്ളൊരു ലൈഫാണ് നിങ്ങൾക്ക് വേണ്ടത്? അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതി വയ്ക്കാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് നല്ല സന്തോഷവും ലൈഫിൽ കുറച്ച് ഗ്രോത്ത് ഒക്കെ നൽകുന്ന നല്ലൊരു കരിയറിൽ കയറുക ആൻഡ് ഫാമിലിയുമായിട്ട് ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ജീവിക്കുക. ഇങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതി വയ്ക്കാം. നമ്പർ 5, എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സസ് യു ഡു ഹാവ് ആക്സസ് ടു. സ്റ്റീവ് വണ്ടർ എന്ന ആൾക്ക് കണ്ണ് കാണാനായിട്ട് കഴിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം തൻ്റെ കേൾക്കാനുള്ള കഴിവിനെ മ്യൂസിക് എന്ന പാഷന് വേണ്ടിയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തു. ആൻഡ് ഇന്ന് അദ്ദേഹത്തിന് 25 ഗ്രാമി അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എത്രത്തോളം റിസോഴ്സസ് അവൈലബിൾ ആണ് എന്നുള്ളതിലല്ല, മറിച്ച് നമുക്കുള്ള റിസോഴ്സസ് മാക്സിമം യൂസ് ചെയ്യുന്നതിലാണ് കാര്യം. നമ്പർ 6, ഹെൽപ്പ് അതേഴ്സ് വെൻ യു ആർ ഏബിൾ. മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന സമയത്ത് സഹായിക്കുക. മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരാണെങ്കിൽ ദെൻ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ലൈഫിലും പോസിറ്റീവ് ഇമ്പാക്റ്റ് വന്നിരിക്കും. ലവ് ആൻഡ് കൈൻഡ്നസ് ബിഗെറ്റ്സ് ലവ് ആൻഡ് കൈൻഡ്നസ്. നമ്പർ 7, നാരോ യുവർ ഫോക്കസ്. നിങ്ങൾ കുറേ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്താൽ ലാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. നാരോ യുവർ ഫോക്കസ്. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. നമ്പർ 8, സ്ട്രെച്ച് യുവർ കംഫർട്ട് സോൺ ബൈ ട്രൈങ് ന്യൂ തിങ്സ്. നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണം. കംഫർട്ട് സോണിന് പുറത്ത് വരണം. നിങ്ങളെ ചലഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം. സ്ട്രെച്ച് ബിയോണ്ട് യുവർ കംഫർട്ട് സോൺ. ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ കുക്കു FM-ലൂടെ ഒരുപാട് ഓഡിയോ ബുക്സ് കേൾക്കാറുണ്ട്. ബോത്ത് ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ. ദൈവത്തിൻ്റെ വികൃതികൾ, ആരാച്ചാർ, മഞ്ഞവെയിൽ മരണങ്ങൾ, അങ്ങനെ തുടങ്ങി 1000-ലധികം ഓഡിയോ ബുക്സ് ഇതിൽ അവൈലബിൾ ആണ്. ആൻഡ് എവറി മന്ത് പുതിയ 20ഓളം ബുക്സ് നമ്മളുടെ ലാംഗ്വേജിൽ അപ്ലോഡ് ആവുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവരുടെ അവതരണമാണ്. ഭയങ്കര രസമാണ് കേട്ടിരിക്കാനായിട്ട്. സോ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 7 ഡേ ഫ്രീ ട്രയൽ പീരീഡ് കിട്ടും. ഈ 7 ദിവസം നിങ്ങൾക്ക് കുക്കു FM-ൽ ഫുൾ ഓഡിയോ ബുക്സും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ ആദ്യമായിട്ടാണ് കുക്കു FM ഇങ്ങനെ ഒരു ഓഫർ കൊണ്ടുവരുന്നത്. സോ അത് മാക്സിമം യൂസ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാനും പറ്റും. ഇൻട്രസ്റ്റ് ഉള്ളവർ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. ബാക്ക് ടു വീഡിയോ. നമ്പർ 9, ക്രിയേറ്റ് ആൻഡ് പെർസ്യൂ സ്മാർട്ട് ഗോൾസ്. നിങ്ങളുടെ ഗോൾസ് സ്മാർട്ട് ഗോൾസ് ആവണം. സ്മാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഗോള് സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം ആൻഡ് ടൈം ബൗണ്ട് ആയിരിക്കണം. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. നമ്പർ 10, മേക്ക് യുവർ ഓൺ നീഡ്സ് എ പ്രയോറിറ്റി. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ സ്വയം നഷ്ടപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് സ്പെഷ്യൽ ആണ്, നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ മറന്നു കളയുന്നത് വളരെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. യെസ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തോളൂ, ബട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്കും പ്രയോറിറ്റി കൊടുക്കുക. നമ്പർ 11, സ്റ്റോപ്പ് പ്രോക്രാസ്റ്റിനേറ്റിംഗ്. ആക്ഷൻസ് എടുക്കാൻ തുടങ്ങുക ആൻഡ് ചേഞ്ചസ് കൊണ്ടുവരാൻ തുടങ്ങുക. സിംപ്ലി ഡിസിപ്ലിൻഡ് ആവുക. ആ ഒരു മൊമെൻറ്റിൽ ചെയ്യാൻ തോന്നുന്നത് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ശരിക്കും എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നതാണ് ഡിസിപ്ലിൻ. സോ പ്രോക്രാസ്റ്റിനേഷൻ മാറ്റുക, ഡിസിപ്ലിൻഡ് ആവുക. നമ്പർ 12, forgive people and move forward. വെറുപ്പ് നിറഞ്ഞൊരു ഹൃദയം വെച്ച് ജീവിക്കാൻ നിൽക്കരുത്. കാരണം അപ്പോൾ നിങ്ങൾ ആ ഹെയ്റ്റ് ചെയ്യുന്ന ആളെ ഹേർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്വയം ഹേർട്ട് ചെയ്യും. സോ forgive ചെയ്യുക. ലെറ്റ് ഗോ ഓഫ് ദ പെയിൻ, ലേൺ ഫ്രം ഇറ്റ് ആൻഡ് മൂവ് ഓൺ. നമ്പർ 13, excel at what you do. നിങ്ങൾ കുറേ പറയുന്ന കേട്ടിട്ടല്ല, മറിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടാണ് മറ്റുള്ളവർ ഇൻസ്പയർ ആവുന്നത്. നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് കാണുമ്പോഴാണ് മറ്റുള്ളവർ ഇൻസ്പയർ ആവുന്നത്. അപ്പോൾ അങ്ങനെ ആവണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിൽ ബെസ്റ്റ് ആവണം. അതിൽ നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. എക്സൽ അറ്റ് വാട്ട് യു ഡു. അപ്പോൾ നിങ്ങൾക്ക് നല്ല വാല്യൂ ഉണ്ടാവും. നമ്പർ 14, ഐഡൻറ്റിഫൈ ദ ലെസൺ ഇൻ എവറി സിറ്റുവേഷൻ. എവറിത്തിങ് ഈസ് എ ലൈഫ് ലെസൺ അല്ലേ? നിങ്ങൾ കാണുന്ന ഓരോ വ്യക്തിയും ഓരോ ലെസണാണ്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലംസും ഓരോ ലെസണാണ്. എല്ലാം നമ്മൾ ലൈഫ് എന്ന് വിളിക്കുന്ന ഒരു ലേണിംഗ് എക്സ്പീരിയൻസിൻ്റെ പാർട്ടാണ്.
സോ ഐഡൻറ്റിഫൈ ദോസ് ലെസൺസ്. നമ്പർ 15, എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള കാര്യങ്ങളോട് ഗ്രേറ്റ്ഫുൾ ആവുക എന്ന് പറയുന്നത്, നന്ദിയുള്ളവരാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കില്ലാത്ത കാര്യങ്ങളെപ്പറ്റി വിഷമിച്ച് നടക്കുമ്പോൾ നമുക്കുള്ള കാര്യങ്ങളെപ്പറ്റി പലപ്പോഴും മറന്നു പോവാറുണ്ട്. സോ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ്. ഇറ്റ്സ് ആൻ അമേസിങ് ഫീലിംഗ്. നമ്പർ 16, സേവർ ദ ജോയ് ഓഫ് സിമ്പിൾ പ്ലഷേഴ്സ്. ലൈഫിൽ ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആക്ച്വലി ഫ്രീ ആണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നായിരിക്കും നമുക്ക് വലിയ വലിയ സന്തോഷങ്ങൾ കിട്ടുക. ബട്ട് പലപ്പോഴും നമ്മളതൊന്നും നോട്ടീസ് ചെയ്യാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഫോർ എക്സാമ്പിൾ, സൺറൈസ് ആൻഡ് സൺസെറ്റ്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. അതൊന്ന് കണ്ടാൽ തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. അത് ഡെയിലി നടക്കുന്നുണ്ട്, ബട്ട് നമ്മളിൽ എത്ര പേർ അത് കാണാറുണ്ട്? ദാറ്റ്സ് ദ പ്രോബ്ലം. അടുത്തുള്ളതൊന്നും, ഫ്രീ ആയിട്ടുള്ളതൊന്നും നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല. നമ്പർ 17, സ്റ്റോപ്പ് കെയറിങ് അബൌട്ട് വാട്ട് എവറി വൺ എൽസ് വാണ്ട്സ് ഫ്രം യു. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകുമ്പോൾ പല ആളുകളും, ആൻഡ് ഈവൻ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾ പോലും നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് നോക്കും. അത് അവരുടെ മനസ്സ് ഭയങ്കര ഈവിൾ ആയിട്ടൊന്നുമല്ല, ബട്ട് ആ ഒരു ബിഗ് പിക്ചർ അവർക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. അവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. സോ അതിനധികം ശ്രദ്ധ കൊടുക്കണ്ട. നമ്പർ 18, റീഡ് ഗ്രേറ്റ് ബുക്സ്. വെബിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, കിട്ടാത്തതൊന്നുമില്ല, ബട്ട് എന്നാലും നല്ല ഒരുപാട് ബുക്സ് ഉണ്ട്. അതിൽ കുറച്ചൊക്കെ വായിക്കുക. ഒരു ഫിസിക്കൽ ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന ഫീല് ഒരിക്കലും ഇൻ്റർനെറ്റിൽ സ്ക്രീനിൽ വായിക്കുമ്പോൾ കിട്ടില്ല. സോ റീഡ് ഫിസിക്കൽ ബുക്സ്. നമ്പർ 19, കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്. ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആളാവുക. എപ്പോഴും നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന് ചിന്തിക്കരുത്. നിങ്ങൾക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്, ആൻഡ് ഡിഫറെൻ്റ് ആളുകൾക്ക് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് ആയിരിക്കും. മറ്റൊരാളുടെ തെറ്റിയാലേ നിങ്ങളെ ശരിയാവുള്ളൂ എന്ന് വിചാരിക്കരുത്. ബി ഓപ്പൺ മൈൻഡഡ്. ആൻഡ് നമ്പർ 20, ഡോണ്ട് റഷ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സ്. ലവ് എന്നത് ജസ്റ്റ് സെക്സ് ചെയ്യുക, ഫാൻസി ഡേറ്റ്സ്, ഷോ ഓഫ്, ഇതൊന്നുമല്ല. ഇറ്റ്സ് അബൌട്ട് വേറെ ആർക്കും നിങ്ങളെ ഹാപ്പി ആക്കാൻ പറ്റാത്തൊരു രീതിയിൽ നിങ്ങളെ ഹാപ്പി ആക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന, ആൻഡ് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്ന, ആൻഡ് യു ആർ ദി ഓൺലി വൺ എന്ന് കാണിക്കുന്ന ഒരാളെ കിട്ടുക എന്നതാണ്. യു ഡോണ്ട് നീഡ് എ പെർഫെക്റ്റ് വൺ. സോ ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നിങ്ങളെ കാത്തൊരാൾ എന്തായാലും ഉണ്ടാവും. ആൻഡ് അറ്റ് ദ റൈറ്റ് ടൈം, അറ്റ് ദ റൈറ്റ് പ്ലേസ് യു വിൽ മീറ്റ് ഡെഫിനറ്റ്ലി. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് 20 ലൈഫ് ലെസൺസ്. എനിക്ക് ഉറപ്പാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.